അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ, ഇൻഷാ അള്ളാഹ് നമ്മൾ മൂന്നാം ക്ലാസ്സിൻ്റെ നിങ്ങളെല്ലാവരും കാത്തിരുന്ന പാദവാർഷിക പരീക്ഷ റിവിഷൻ 2026 നമ്മൾ ചെയ്യാൻ പോവുകയാണ്. കഴിഞ്ഞ വർഷം ചെയ്ത വീഡിയോ നിങ്ങളൊക്കെ കേട്ട് പഠിച്ചിട്ടുണ്ടാകും. എന്നിരുന്നാലും നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷത്തെ പാദവാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അത് ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ വന്ന ചോദ്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള 2026 റിവിഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. 4 പാഠങ്ങളാണ് മൂന്നാം ക്ലാസ്സുകാർക്കുള്ളത്. ഓരോ പാഠത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നിർബന്ധമായും കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ നിർബന്ധമായും ഉത്തരം പഠിക്കണം. കാരണം അത് ആവർത്തിച്ചു വരാൻ സാധ്യത കൂടുതലാണ്. അതിനുശേഷം മറ്റു ചില ചോദ്യങ്ങളും പഠിക്കും. അപ്പോൾ ഒന്നാമത്തെ പാഠം ബന്ധുക്കളെ എനിക്കിഷ്ടമാണ്. ഈ പാഠത്തിൽ നിന്ന് ഒന്നാമതായി നമ്മൾ പഠിക്കേണ്ടത് ആരാണ് കുടുംബക്കാർ. അതിൻ്റെ ഉത്തരം നിർബന്ധമായി പഠിക്കണം. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. അക്ഷരം തെറ്റുന്ന സ്ഥലമാണ് ബന്ധമുള്ളവർ. ഹാ ശ്രദ്ധിക്കണം, എഴുതുന്ന ശ്രദ്ധിക്കണം. കുടുംബക്കാർ. ഇനി ഈ പാഠത്തിൽ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാലുള്ള ഗുണങ്ങൾ. റിസ്ക് വിശാലമാകും. റിസ്ക് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകുന്ന ഓരോ അനുഗ്രഹങ്ങൾ, അതിൽ ഭക്ഷണം പെട്ടു മറ്റുള്ള സൗകര്യങ്ങളൊക്കെ അള്ളാഹു നമുക്ക് വിശാലമാക്കി തരും. ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. അപ്പോൾ ഇത് നന്നായി കാണാതെ പഠിക്കുക. റിസ്ക് വിശാലമാകും, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. ഇത് 2 എഴുതാനോ 3 എഴുതാനോ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നതാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുക, എന്നിട്ട് പിന്നെയാണ് അടുത്ത ചോദ്യങ്ങൾ പഠിക്കുക. അടുത്ത കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്തുക, അതിൻ്റെ 2 പരീക്ഷയ്ക്ക് വരും. കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നത് കുടുംബക്കാരെ ഡാഷ് എന്താണ് സൽക്കരിക്കുക. ഇനി ഈ വർഷം അത് മാറ്റിയിട്ട് വേറെ ചേരുമ്പടി അല്ലെങ്കിൽ വേറെ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ അവർക്ക് രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക. ഇങ്ങനെയൊക്കെ അവർക്ക് ദുഃഖം വരുമ്പോൾ പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട്. ആശ്വസിപ്പിക്കുക. കണ്ടോ, എഴുതുന്നത് ശ്രദ്ധിച്ചോ. ആശ്വസിപ്പിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. അത് പഠിച്ചു. പിന്നെ ഈ പാഠത്തുനിന്ന് വന്ന ചോദ്യമാണ് ഇത് പൂരിപ്പിക്കാൻ അല്ലെങ്കിൽ ഓർഡർ തെറ്റിച്ചത് ഓർഡറാക്കാൻ, അങ്ങനെയൊക്കെ വരും. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫല്യസിൽ റഹിമഹു. അപ്പോൾ ഇതെന്താ ചെയ്യുക? ഒന്നും ചെയ്യാല്ല, ഇത് ഇങ്ങനെ കാണാതെ പഠിക്കുക. ഇനിയുള്ള ദിവസം, പരീക്ഷ വരെയുള്ള ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും നിങ്ങൾ ഈ ദുറൂസുൽ ഇഹ്സാനിലെ ഓരോ പാഠത്തിലും ഇതുപോലെ അറബി കാണാതെ പഠിക്കാനുണ്ട്. അത് നിങ്ങൾ ആവർത്തിക്കുക. അപ്പോൾ ഇന്ന് നിങ്ങൾ ഇത് കാണാതെ പഠിച്ചാൽ നാളെ രാവിലെ വീണ്ടും ഇത് കാണാതെ ചൊല്ലി നോക്കുക. പരീക്ഷ വരെ കാണാതെ ചൊല്ലി നോക്കുക. അതാണ് ഇത് പഠിക്കാനുള്ള ഒരു വഴി. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഡാഷ് എന്താ വരിക? ഫൽ യസിൽ റഹിമഹു. അടുത്ത് ഇങ്ങനെയും ചോദ്യം വരും. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ ഡാഷ് അവൻ്റെ കുടുംബത്തെ ചേർത്തു കൊള്ളട്ടെ. ഇപ്പോൾ ഇതാണ് കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ. ഇനി നമ്മൾ ഈ പാഠത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോവുകയാണ്. ഇനി ഇവിടെ പഠിക്കാനുള്ളത് എന്താണ്? കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാലുള്ള ഗുണങ്ങൾ. ഇത് നിങ്ങൾ നന്നായി പഠിക്കണം. ഇത് ചേരുമ്പടി ചേർക്കാൻ വരാം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം വന്നതുപോലെ 2 എഴുതാനും അങ്ങനെയും വരാം. അതാണ് ഈ ഭാഗത്തു നിന്ന് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ഇങ്ങോട്ട് വന്നാൽ കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്താം, എന്തൊക്കെയാണ്? അവർക്ക് സ്വതക്ക ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും എളുപ്പമുള്ള ഒരു 3 പഠിക്കുക. ഇതാ ഞാൻ പറഞ്ഞുതരാം. കുടുംബക്കാരെ സൽക്കരിക്കുക, ഇത് എളുപ്പമുണ്ട്. അവർക്ക് സ്വതക്ക ചെയ്യുക, അതും എളുപ്പമുള്ളതാണ്. അവരെ സന്ദർശിക്കുക, എഴുതാൻ പഠിക്കണേ. സന്ദർശിക്കുക എന്ന് എഴുതുക, വായിക്കുമ്പോൾ സന്ദർശിക്കുക എന്ന് വായിക്കുക. പിന്നെ ഈ പാഠത്തിൽ ഈ പ്രധാനപ്പെട്ടാണ് ഇത് നേരത്തെ ഞാൻ പറഞ്ഞത്. പിന്നെ അവരുടെ സന്തോഷങ്ങളിൽ ഡാഷ് സന്തോഷിക്കുക. ഇവിടെ ശ്രദ്ധിക്കണം, എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. സന്തോഷിക്കുക. കണ്ടില്ലേ? ഇത് പൂരിപ്പിക്കാൻ വരാം, അല്ലെ ഇത് പൂരിപ്പിക്കാൻ വരും, അങ്ങനെ രണ്ടും വരാം. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ തന്നെ കാണാൻ പഠിക്കുക. അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക.
അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു. പിന്നെ ഇത് അർത്ഥം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ ഡാഷ് അവൻ്റെ കുടുംബ ബന്ധം ചേർത്തു കൊള്ളട്ടെ. ഇനി ഈ പാഠത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഒരിക്കലും വരൂല എന്ന് വിചാരിച്ച ഒരു ചോദ്യം കഴിഞ്ഞ വർഷം വന്നിരുന്നു. അതുകൊണ്ട് ഈ വർഷം നിങ്ങളിത് പഠിക്കണം. കാരണം നമ്മളെ ഒരു പക്ഷേ ഈ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ഈ വർഷം നമ്മളെ പറ്റിക്കും ചിലപ്പോൾ. ഇതെന്താണ്? ഉമ്മാൻ്റെ കുടുംബം, ഇത് ഉപ്പാൻ്റെ കുടുംബം. ഉമ്മാൻ്റെ കുടുംബത്തിൽ ഇവിടെ ഈ വലുതാക്കി എഴുതി എന്താണ്? അൽ ജദ്ദു അൽ ജദ്ദത്തു, അതായത് ഉമ്മാമ ഉപ്പാപ്പ, ഉപ്പാപ്പ ഉമ്മാമ. ഇനി ഉമ്മാൻ്റെ കുടുംബത്തിൽ ആരൊക്കെ ഉണ്ടാവും? ഉമ്മാൻ്റെ ആങ്ങൾ, അമ്മാവൻ. അതിനെന്താ അറബിയിൽ പറയാ? ഖാലത്ത്. പിന്നെ ഉമ്മ, പിന്നെ ഖാലത്ത്, പിന്നെ ഖാല് ഖാല് ഖാല്, ഇങ്ങനെ ഖാല് ഖാല് എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മാൻ്റെ ആങ്ങൾ, അമ്മാവൻ. ഇത് അമ്മായി, അതായത് ഉമ്മയുടെ ജ്യേഷ്ഠത്തി അനിയത്തിയാണ് ഖാലത്ത് എന്ന് പറഞ്ഞാൽ. ഉമ്മയുടെ ആങ്ങളമാർക്കാണ് ഖാല് എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ഇപ്പം എന്താ പഠിക്കാനുള്ളത്? ഇവിടെ ഇത് പൂരിപ്പിക്കാനാണ് വന്നത്. ഒരു കോളം വന്നിട്ട് പരീക്ഷയ്ക്ക് ഒരു കോളം പൂരിപ്പിക്കാനാണ് വന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഖാലത്ത്, ഉമ്മ, ഖാലത്ത്. ഇവിടെ പഠിക്കാനൊന്നുമില്ല. ഇവിടെ അമ്മായിൻ്റെ പേരാണ്, അമ്മായി ആളാണ്. ഇവിടെ ആരാണ്? അല്ല, ഇളയമ മൂത്തന്മാർ നമ്മൾ പറയും, ഇളയമ മൂത്തന്മാർ. ഇവിടെ ആരാണ്? പിന്നെ നമ്മളെ അമ്മാവന്മാർ, ആങ്ങളമാർ. ഓക്കെ. ഇനി ഉപ്പാൻ്റെ കുടുംബത്തിൽ വന്നാൽ നമുക്ക് ഉപ്പാൻ്റെ പെങ്ങളുണ്ടാവും, അതാണ് നമ്മളെ അമ്മായിമാർ. അതാണ് അമ്മത്ത് 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 അമ്മത്ത്. ഇവിടെ ഉപ്പ അബ്, പിന്നെ ഉപ്പാൻ്റെ ഏട്ടനുണ്ടാവും, ഉപ്പാൻ്റെ അനിയനുണ്ടാവും. അപ്പോൾ ഉപ്പാൻ്റെ ഏട്ടൻ ഇത് മൂത്താപ്പ, ഇത് എളാപ്പ. മനസ്സിലായോ? അപ്പോൾ അമ്മ അഥവാ ഉപ്പാൻ്റെ ഏട്ടനും ഉപ്പാൻ്റെ അനിയനും. ഇത് പിന്നെ ഇത് ഫുള്ള് ആരാണ്? ഉപ്പാൻ്റെ പെങ്ങന്മാർ. ഇവിടെ അങ്ങനെ തന്നെ ഉമ്മാൻ്റെ മേപ്പെട്ടുള്ള ഏട്ടത്തി, ഉമ്മാൻ്റെ താഴെയുള്ള അനിയത്തി, അതുപോലെ ഉമ്മാൻ്റെ ആങ്ങളമാർ. അങ്ങനെയാണ് ഇവിടെ. അപ്പോൾ അത് നന്നായി പഠിക്കുക. ഇവിടെ കുറച്ച് വാക്കേ പഠിക്കാനുള്ളൂ. ഖാലത്ത് ഖാല്, അമ്മത്ത് അമ്മ, പഠിച്ചില്ലേ? പിന്നെ ബാക്കിയുള്ളടത്ത് ഉമ്മ എന്ന് എഴുതി കൊടുക്കുക, മറ്റൊടത്ത് അബ് എന്ന് എഴുതി കൊടുക്കുക. അത്രേ പണിയുള്ളൂ. ഇവിടെ ഫുള്ള് എന്താണ്? അമ്മ അബ്. കണ്ടില്ലേ? ഇവിടെ ഫുള്ള് അമ്മത്ത്. ഇവിടെ നോക്കുക, ഇവിടെ ഫുള്ള് ഖാല്, ഇവിടെയും ഖാലത്ത്, ഇവിടെ ഉമ്മ. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ള 2-3 വാക്കേ ഉള്ളൂ. ഒന്ന് അമ്മ, മറ്റൊന്ന് അമ്മത്ത്. ഈ സൈഡിൽ ഖാല് ഖാലത്ത്. കഴിഞ്ഞു. അടുത്ത് നമ്മൾ പഠിക്കാനുള്ള അയൽവാസികൾ. ഇതിൽ നിന്ന് കഴിഞ്ഞ വർഷം ചോദ്യം വന്ന ഒന്നാമത്തെ ചോദ്യം, ആരാണ് അയൽവാസികൾ? അപ്പോൾ കുറച്ച് വലിയ ഉത്തരമാണ്, അതങ്ങനെ തന്നെ കാണാൻ പഠിക്കണം. നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വാക്കുകളുണ്ട്. എന്താണ്? ഭാഗം എഴുതുമ്പോൾ ഹാ വേണം. പിന്നെ ഭാഗത്തേക്കുമുള്ള, പിന്നെ 40 വീടുകളിലുള്ളവർ നമ്മുടെ അയൽവാസികളാണ്. പഠിച്ചില്ലേ? അപ്പോൾ നമ്മുടെ വീട്, ഈ വീടിൻ്റെ 4 ഭാഗത്തുള്ള ആൾക്കാരാണ്, 40 വീടുകളാണ് നമ്മുടെ അയൽവാസികൾ. അതാണ് ഈ പാഠം എന്ന് പറഞ്ഞത്. പിന്നെ ഒരു ചോദ്യം വന്നത് അബ്ദുല്ലാഹിബ്നുൽ മുബാറക് ഡാഷ്, എന്താണ്? മഹാപണ്ഡിതൻ. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് മഹാപണ്ഡിതൻ. ഈ വർഷം തിരിച്ചു ചോദിക്കാം, മഹാപണ്ഡിതൻ ഡാഷ് ആരാണ്? അബ്ദുല്ലാഹിബ്നുൽ മുബാറക്. ഈ പാഠത്തിൽ പറയുന്ന ചരിത്രമൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അല്ലേ? ഇനി നമ്മൾ നോക്കാം. ഈ പാഠത്തിൽ പിന്നെ വന്ന ചോദ്യം എന്താണ്? അയൽവാസികളെ ഡാഷ്, എന്താണ്? സ്നേഹിക്കണം. അയൽവാസികളെ ഡാഷ്, എന്താണ്? സ്നേഹിക്കണം. ഇനി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾക്ക് 100% ഉറപ്പുള്ളൊരു ചോദ്യം വന്നുതരാം. കാരണം കഴിഞ്ഞ വർഷം ഈ ചോദ്യം വന്നിട്ടില്ല, ഈ വർഷം എന്തായാലും വരാൻ സാധ്യതയുണ്ട്. കാരണം പണ്ടൊക്കെ എല്ലാ കൊല്ലവും ചോദിച്ചിരുന്ന ചോദ്യമാണിത്. അതുകൊണ്ട് ഇക്കൊല്ലം എന്തായാലും ചോദിക്കും. എന്താണ്? അയൽവാസി ഏത് മതവിശ്വാസി ആയാലും ഡാഷ്, നാം ഗുണം മാത്രം ചെയ്യണം. അപ്പോൾ ഇത് പൂരിപ്പിക്കാൻ എന്തായാലും വരും. നാം ഗുണം മാത്രം ചെയ്യണം. അപ്പോൾ ഇവിടെ മുതൽ പഠിക്കണം. നമ്മളെ അയൽവാസി ഏത് മതത്തിൽപ്പെട്ട ആളാണെങ്കിലും മതമില്ലാത്ത ആളാണെങ്കിലും ആരാണെങ്കിലും എന്ത് ചെയ്യണം? നാം ഗുണം മാത്രം ചെയ്യണം. അത് പഠിച്ചില്ലേ? ഇനി ഈ പാഠത്തിൽ പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ് അയൽവാസികളുടെ കടമകൾ 2 എഴുതാൻ. അപ്പോൾ ഇവിടെ കുറേ ഉണ്ട്. അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക. ഇവിടെ 2 വീതം എഴുതാനാണ് കഴിഞ്ഞ വർഷമൊക്കെ വന്നത്. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പഠിച്ചോളൂ. അവരെ ബഹുമാനിക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക. ഇത് 3 എന്താണ്? എളുപ്പമുള്ളതാണ്. അപ്പോൾ അത് 3 പഠിക്കുക. ഇനി പൂരിപ്പിക്കാൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിന് വരികയാണെങ്കിൽ ഇങ്ങനെ ചോദ്യം വരിക, അവർ നമ്മെ വേദനിപ്പിച്ചാൽ. എന്താ ഉത്തരം? നാം പൊറുക്കുക. പൂരിപ്പിക്കാനാണ് വരാൻ സാധ്യത. അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക. ഇനി കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് വന്നതാണ് ഇത് പൂരിപ്പിക്കാൻ. ലൈസൽ മുഅ്മിനു അല്ലദീ യശ്ബഉ വജാറുഹു ജായിഉൻ ഇലാ ജംബിഇ.
കുറച്ച് പ്രയാസമുണ്ട്, എന്നാലും കാണാതെ പഠിക്കുക. ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജായിഉൻ ഇലാ ജംബിഹി. എന്താണ് ഉത്തരം? അല്ല, അർത്ഥം എന്താണ്? അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഇത് പൂരിപ്പിക്കാൻ വന്നതുകൊണ്ട് ഈ വർഷം അർത്ഥം പൂരിപ്പിക്കാൻ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായി പഠിക്കുക. അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ എന്താ ഉത്തരം? ബാക്കി എന്താ? വയറ് നിറച്ച് ഉണ്ണുന്നവൻ പൂർണ്ണ വിശ്വാസിയല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ പാഠത്തിലെ ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. ഇവിടെ പറയുന്നത് എന്താണ്? അബ്ദുല്ലാഹ് ബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയാണ്. ആ കഥയിൽ മറ്റേ കഥാപാത്രം ആരാണ്? ജൂതനാണ്. പിന്നെ ഏതാ സ്ഥലം? ഖുറാസാന്. പിന്നെ ഇവിടെ വരാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, എന്തായിരുന്നു അബ്ദുല്ലാഹ് ബിൻ മുബാറക്കിൻ്റെ പ്രത്യേകത? മുത്ത് നബി, ഇതാണ് അതിൻ്റെ ഉത്തരം, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അയൽപക്ക ബന്ധം ഊട്ടി ഉറപ്പിച്ച ആളായിരുന്നു. എന്തായിരുന്നു അബ്ദുല്ലാഹ് ബിൻ മുബാറക് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രത്യേകത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അയൽപക്ക ബന്ധം ഊട്ടി ഉറപ്പിച്ച ആളാണ്. ഇത് വരാൻ സാധ്യത കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം കഴിഞ്ഞ വർഷം ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ഇത് ചോദിക്കാൻ സാധ്യത ഉണ്ട്. പിന്നെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ, അതൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. 2000 വീടിന് വില വെച്ചു. പിന്നെ അവസാനം എന്ത് ചെയ്തു? അബ്ദുല്ലാഹ് ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പൈസ കൊടുത്ത് നിങ്ങൾ വീട് വിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞ സംഭവമാണല്ലോ അല്ലേ. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പിന്നെ വീടിൻ്റെ വില ജൂതന് നൽകുകയും, എന്താണ് ഇവിടെ അബ്ദുല്ലാഹ് ബിൻ മുബാറക് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഉത്തരം എഴുതണം. വീടിൻ്റെ വില ജൂതന് നൽകുകയും വീട് വിൽക്കരുതെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞു. പിന്നെ ഇവിടുത്തെ പോയിന്റ് നമ്മൾ പറഞ്ഞു, ഇവിടുത്തും പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ പാഠം കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. വിരുന്നൂട്ടൽ. എന്താ പാഠത്തിൻ്റെ പേര്? വിരുന്നൂട്ടൽ. ഇവിടെ കഴിഞ്ഞ വർഷം ഗൾഫിൽ നടന്ന പരീക്ഷയ്ക്ക് വന്നൊരു ചോദ്യമാണ് ഈ പാട്ട് പൂരിപ്പിക്കാൻ. നമ്മളുടെ പരീക്ഷയ്ക്ക്, അഥവാ നമ്മളെ ഇന്ത്യയിൽ നടന്ന പരീക്ഷയ്ക്ക് എന്ത് ചെയ്തിട്ടില്ല? ഈ പാട്ട് വന്നിട്ടേ ഇല്ല. ഈ വർഷം ഒരു പക്ഷേ വരാൻ സാധ്യത ഉണ്ട്. എന്താണ്? വിരുന്നുകാരവർ റഹ്മത്താണെന്നാശയം എന്തൊരു സന്ദേശം. ഈ പാട്ട് മുഴുവൻ പഠിച്ചാൽ നന്നായി. നിങ്ങൾക്ക് മുഴുവൻ പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവസാനത്തെ 2 വരികൾ പഠിക്കുക. അതാണ് കുറച്ച് ഇമ്പോർട്ടൻ്റ് വരികൾ. വിരുന്നുകാരാൽ ബറക്കത്തൊഴുകും വീട്ടില്ലെന്നത് സന്തോഷം, വിരുന്നുകാരവർ റഹ്മത്താണെന്നാശയം എന്തൊരു സന്ദേശം. അവസാനത്തെ വരി നന്നായി പഠിക്കുക. കാരണം കഴിഞ്ഞ വർഷം മറ്റൊരു പരീക്ഷയ്ക്ക് വന്നതാണ്, അതുകൊണ്ട് ഈ വർഷം വരും. ഇനി പിന്നെ ഇവിടെ കഴിഞ്ഞ വർഷം വന്നതാണ് എന്ത്? വിരുന്നിൻ്റെ മര്യാദകളിൽ നിന്ന് 2 എണ്ണം എഴുതുക. അപ്പോൾ എന്തൊക്കെയാണ് വിരുന്നിൻ്റെ മര്യാദ? നമുക്ക് എളുപ്പമുള്ളത് പഠിച്ചാൽ മതി. അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. അതായത് നമ്മളെ വീട്ടിൽ വിരുന്നുകാർ വന്നാൽ എന്തൊക്കെ ചെയ്യേണ്ടത്? അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. പിന്നെ എളുപ്പമുള്ള ഏതാണ്? പ്രസന്ന ഭാവത്തോടു കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം. ഇത് 2 പഠിക്കുക. പിന്നെ ഇവിടെയുണ്ട് കുറേ, എളുപ്പമുള്ള പഠിച്ചാൽ മതി. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി കൊടുക്കണം. പിന്നെ വിരുന്നുകാരോടൊപ്പം ഭക്ഷണം, ഇത് നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതങ്ങനെ പഠിച്ചാൽ മതി. വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് ആർക്കും ഓർമ്മയില്ലാത്ത. അവർ മടങ്ങുമ്പോൾ വീട്ടുപടിക്കൽ വരെ കൂടെ പോകണം. പഠിച്ചില്ലേ? പിന്നെ കഴിഞ്ഞ വർഷം വന്നതാണ് ഇത് പൂരിപ്പിക്കാൻ. മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഡാഷ് ഫൽ യുക്രിം ലൈഫഹു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നില്ലെങ്കിൽ പൂരിപ്പിക്കാനായിരിക്കും, അല്ലെങ്കിൽ ഓർഡർ തെറ്റിച്ച് വരിക. ഈ 2 രൂപത്തിലാണ് ഈ ചോദ്യം വരിക. അതൊക്കെ ഷുവറാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ പഠിക്കുക. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽ യുക്രിം ലൈഫഹു. എന്താ ഇതിൻ്റെ അർത്ഥം? ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവൻ അതിഥിയെ സൽക്കരിക്കട്ടെ, അതിഥിയെ ആദരിക്കട്ടെ എന്നർത്ഥം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ വർഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷം വന്നിട്ടില്ല, അതുകൊണ്ട് ഈ വർഷം വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇത്. എന്ത്? വിരുന്നുകാരെ ആദരിക്കൽ ഡാഷ് ഈമാനിൻ്റെ ഭാഗമാണ്. പൂരിപ്പിക്കാനാവാം, മാച്ച് ദ ഫോളോയിങ് ആവാം. ശരിക്കും പഠിച്ചോളൂ. എഴുത്തുന്നതിൻ്റെ സ്പെല്ലിങ് ഭാഗമാണ്. വിരുന്നുകാരെ ആദരിക്കൽ ഈമാനിൻ്റെ ഡാഷാണ്, ഭാഗമാണ്. അല്ലെങ്കിൽ വിരുന്നുകാരെ ആദരിക്കൽ ഡാഷ് ഭാഗമാണ് ഈമാനിൻ്റെ, അല്ലെങ്കിൽ ഡാഷ് ഈമാനിൻ്റെ ഭാഗമാണ് വിരുന്നുകാരെ ആദരിക്കൽ. ഇങ്ങനെ 3 രൂപത്തിലും ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ പൂരിപ്പിക്കാൻ വരാം. വീട്ടുകാർ നിർദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ വിരുന്നുകാർ ഇരിക്കാനും കിടക്കാനും ഉപയോഗപ്പെടുത്തണം. പിന്നെ ഇവിടെ നിന്നുള്ള ചോദ്യം ഒന്ന് ഇതാണ്. ഇന്നലെ കഴിഞ്ഞ വർഷം വന്നൊരു ചോദ്യമാണ്. 2 എണ്ണം എഴുതാൻ. അത് നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു. പിന്നെ വരാൻ സാധ്യത പൂരിപ്പിക്കാനാണ്. പൂരിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതൊക്കെ നമുക്ക് കിട്ടും. വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം. പിന്നെ വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പോൾ ഇത് പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട്. പഠിച്ചു വെച്ചോളൂ. വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ഡാഷ് എന്താ?
ദുആ ചെയ്യണം. ദുആ ചെയ്യണം. പഠിച്ചു കഴിഞ്ഞില്ലേ? പിന്നെ അപ്പോൾ ഈ പാഠവും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവുകയാണ്. അടുത്ത പാഠം കുറച്ച് വലിയ പാഠമാണ്. പിന്നെ നന്നായി പഠിക്കണം. അദബ് വേണം ഭോജനത്തിലും. എന്താ ഭോജനം എന്ന് പറഞ്ഞാൽ? ഭോജനം എന്ന് പറഞ്ഞാൽ ഫുഡ് ഈറ്റ്, ഫുഡിങ്, അതായത് ഭക്ഷണം കഴിക്കുക. അതിനാണ് ഫുഡല്ല, ഭക്ഷണം കഴിക്കണതിനാണ് എന്ത് പറയുക? ഭോജനം എന്ന് പറയാം. ഈ പാഠത്തുനിന്ന് കഴിഞ്ഞ വർഷം വന്ന ചോദ്യം, ഒന്നാമത്തെ ചോദ്യം ഇതാണ്. എന്ത്? ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ് എന്തിന്? ആരോഗ്യമുള്ള ശരീരം വേണം എങ്ങനെ? അങ്ങനെ എന്തോ ഒരു ചോദ്യം വന്നു. ആരോഗ്യമുള്ള ശരീരത്തിന് എന്താണ് വേണ്ടത്? അതിനെന്താണ്? ശരീരത്തിൻ്റെ ഇങ്ങനെ ചോദിച്ച് നല്ല ഭക്ഷണം കഴിക്കണം എന്തിന്? നല്ല ഭക്ഷണം കഴിക്കണം എന്തിന്? എന്താ ഉത്തരം? ശരീരത്തിൻ്റെ ആരോഗ്യത്തിന്. നല്ല ഭക്ഷണം കഴിക്കണം എന്തിന്? ശരീരത്തിൻ്റെ ആരോഗ്യം. ഇത് എഴുതാൻ കുറച്ച് പ്രയാസമുണ്ട്, അതുകൊണ്ട് അത് പരീക്ഷയ്ക്ക് വന്നു. ശ്രദ്ധിച്ചോളൂ നിങ്ങൾ. ആരോഗ്യത്തിന് എങ്ങനെ എഴുതാൻ നോക്ക്. എത്ര സ്പെല്ലിങ് തെറ്റും വരെ. രോ കണ്ടോ? പിന്നെ ഗ്യ എന്നെങ്ങനെ എഴുതാ? ഗ എഴുതിയിട്ട് യ എഴുതിയിട്ട് തി. ആരോഗ്യത്തിന്. പഠിച്ചില്ലേ? അടുത്ത് ഭക്ഷണപാനീയങ്ങൾ. പിന്നെ വടവട പരീക്ഷയ്ക്ക് വന്നത് ഇതാണ്. കഴിക്കുന്ന ഭക്ഷണം ഡാഷ് ആയിരിക്കണം. ഹലാലും തൊയ്യിബും ആയിരിക്കുക. ഹലാലും തൊയ്യിബും പഠിക്കണം. ഹലാലും തൊയ്യിബും ആയിരിക്കും. പിന്നെ അവിടെ വന്ന ഒരു ചോദ്യമാണ്, ബിസ്മി ചൊല്ലാൻ മറന്നാൽ എന്താണ് ചൊല്ലേണ്ടത്? അത് എല്ലാ കുട്ടികൾക്കും അറിയാം, പക്ഷെ എഴുതാൻ കിട്ടുമെന്ന് നോക്കണം. ബിസ്മില്ലാഹി അവ്വലഹു വാഹിറഹു. പഠിച്ചോ? ബിസ്മില്ലാഹി അവ്വലഹു വാഹിറഹു. ബിസ്മില്ലാഹി അവ്വലഹു വാഹിറഹു. പിന്നെ അവിടെ വന്ന ഒരു ചോദ്യമാണ് പൂരിപ്പിക്കാൻ. ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ഡാഷ് ശ്വാസം വിടാതിരിക്കുക. കാണാ പഠിക്കണം. ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ശ്വാസം വിടാതിരിക്കുക. അടുത്തത് ഭക്ഷണത്തെ ഡാഷ്. ഇതും പൂരിപ്പിക്കാവുന്നതാണ്. കുറ്റപ്പെടുത്താതിരിക്കുക. ശ്രദ്ധിക്കണം. സ്പെല്ലിംഗ് കുറ്റപ്പെടുത്താതിരിക്കുക. അടുത്തത് ഭക്ഷണം കഴിച്ച ശേഷം. ഇതും പരീക്ഷയ്ക്ക് ഒന്നാണ്. വിരലുകൾ ഉമ്പുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷം വന്ന ചോദ്യം നിർബന്ധമായി നിങ്ങൾ പഠിച്ചിട്ട് പോകണം. കാരണം കഴിഞ്ഞ വർഷത്തെ ചോദ്യങ്ങൾ എന്തായാലും വരും. അത് ഫുള്ള് വരുന്നല്ല, പക്ഷെ അതിൽ നിന്ന് എന്തായാലും വരും. അതുകൊണ്ട് അത് നിങ്ങൾ നന്നായി പഠിക്കണം. ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഊമ്പുക. അടുത്ത ഭക്ഷണം കഴിച്ച പാത്രം വടിച്ചു വൃത്തിയാക്കി കഴിക്കുക. അത് ഈ വർഷം വരാൻ സാധ്യത, കഴിഞ്ഞ വർഷം വന്നിട്ടില്ല. പിന്നെ ഇത് കഴിഞ്ഞ വർഷം വന്നു. എങ്ങനെ വന്നത്? പിന്നെ എഴുതാനാ വന്നത്, പൂരിപ്പിക്കാൻ. അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന് ഭക്ഷണം കഴിച്ച ശേഷം ചൊല്ലണം. ഭക്ഷണം കഴിച്ച ശേഷം ചൊല്ലാനുള്ള ദിക്റാണ്. കാണാൻ പഠിക്കുക. അൽഹംദുലില്ലാ എന്തായാലും ചോദ്യത്തിലുണ്ടാവും ചിലപ്പോൾ, തുടക്കമല്ലേ. അത് വരികയാണെങ്കിൽ നല്ല സുഖമായിരുന്നു അല്ലേ? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഇത് ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, എന്നാലേ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ 3-ാം ക്ലാസ്സിലെ കുട്ടികൾ സെറ്റല്ലേ? അപ്പോൾ നമുക്ക് ഈ പാഠത്തിലെ ഇനി നമുക്ക് ഈ വർഷം വരാനുള്ള സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്താണ്? ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ് എന്തിന്? ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ. തിരിച്ചൊരു ചോദ്യം കഴിഞ്ഞ വർഷം ഗൾഫിലെ പരീക്ഷയ്ക്ക് വന്നു. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാൻ എന്ത് വേണം? എന്താണ്? ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. എന്താ ഉത്തരം? ആരോഗ്യമുള്ള. എഴുതാൻ പഠിക്കണേ, നിർബന്ധമായി എഴുതാൻ പഠിക്കണം. ആരോഗ്യമുള്ള ശരീരം ആവശ്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ ചോദ്യവും, പിന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ മര്യാദകളിൽ നിന്ന് 3 പഠിക്കണം. നിങ്ങൾ എന്തായാലും പഠിക്കണം. എന്തൊക്കെയാണ്? എളുപ്പമുള്ള പറഞ്ഞോളൂ. 2 കൈകളും വായും കഴുകുക. എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? 2 കൈയും കഴുകണം. വലത് കൈ കഴുകുക എന്നല്ല, 2 കൈകളും വായും കഴുകുക. കഴുകുകൻ്റെ സ്പെല്ലിംഗ് നോക്കുക. കഴുകുക. അടുത്ത് ഇരുന്ന് കഴിക്കുക. വലത് കൈ കൊണ്ട് കഴിക്കുക. തുടക്കത്തിൽ ആർക്കാ ഇതൊക്കെ അറിയാത്ത? എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? പിന്നെ എന്തിനാ അത് പഠിക്കേണ്ട ആവശ്യം? പക്ഷേ എഴുതാൻ പഠിക്കുക കേട്ടോ. തുടക്കത്തിൽ ബിസ്മി ചൊല്ലുക. പിന്നെ ഇവിടെ ബിസ്മില്ലാഹിൽ അവ്വലഹു നമ്മൾ പഠിച്ചു. ഇനി ഇവിടെ ഇത് വരാൻ സാധ്യത വളരെ കൂടുതൽ കേട്ടോ. ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണെന്ന് കരുതുക. അപ്പോൾ ഒരു ടഫ് ചോദ്യം എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ചോദ്യം വരും. എങ്ങനെ? ഭക്ഷണം കഴിക്കുമ്പോൾ എന്താണ് കരുതേണ്ടത്? അപ്പോൾ നമ്മളെല്ലാവരും ആലോചിക്കുക, അങ്ങനെ എന്താ ഒരു നിയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത് വരാൻ സാധ്യതയുണ്ട്. നന്നായി പഠിച്ചോളൂ. ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണ്. എന്താ നിയത്ത് വെക്കേണ്ടത്? ഭക്ഷണം കഴിക്കുന്നത് ഇബാദത്ത് ചെയ്യാനുള്ള കഴിവുണ്ടാകാനാണ് എന്ന് കരുതുക. ഓക്കെ. ഇനി നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ഇവിടെ അല്പാൽപമായി കഴിക്കുക. നന്നായി ചവച്ചു തിന്നുക. ഇവിടെ ഇത് പൂരിപ്പിക്കാൻ വരാം. ചവച്ചു, നന്നായി ചവച്ചു തിന്നുക. ധൃതി കാണിക്കാതിരിക്കുക. അപ്പോൾ ഇവിടെ ധൃതി എഴുതാൻ പഠിക്കുക. ധൃതി. തൻ്റെ അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക. പിന്നെ ഡാഷ് ഭാഗത്ത് നിന്ന് കഴിക്കുക വരും. അടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക.
ഭക്ഷണം താഴെ വീഴാതെ ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് നോക്കുക, ശ്രദ്ധിക്കുക. താഴെ വീണാൽ എന്ത് ചെയ്യണം? കഴിഞ്ഞ വർഷം ഗൾഫിലെ പരീക്ഷയ്ക്ക് വന്നതാണ്, നന്നായി പഠിക്കുക. എടുത്ത് വൃത്തിയാക്കി കഴിക്കുക. എങ്ങനെയാണ്? എടുത്ത് വൃ കണ്ടല്ലേ, വൃ എഴുതണ കണ്ടിച്ചാ, വാവിനും സുക്കൂനാണ്, റാവിനും സുക്കൂനാണ്. വൃത്തിയാക്കി കഴിക്കുക. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വർഷം വന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി പഠിക്കണം, ശ്വാസം വിടാതിരിക്കുക. പിന്നെ സംഘമായി ഭക്ഷണം കഴിക്കുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. അടിപൊളിയാട്ടോ, തൃപ്തിപ്പെടുക. എങ്ങനെ പഠിക്കാൻ നോക്കുക, എഴുതാൻ നോക്കുക. എത്ര സുക്കൂന, അല്ലോ എൻ്റെ അമ്മോ, തായിന് സുക്കൂന്, റായിന് സുക്കൂന്, പാക്ക് സുക്കൂന് അല്ലേ, പിന്നെ തൃപ്തിപ്പെടുക. നിങ്ങൾ എഴുതാൻ പഠിക്കാൻ ട്രിക്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഈ വിരലെടുക്കുക, ഈ വിരലെടുത്തിട്ട് ഇത് പൊത്തി പിടിച്ചിട്ട് നിങ്ങൾ ഇവിടെ ഇങ്ങനെ വായുവിൽ എഴുതുക. വായുവിൽ അങ്ങനെ എഴുതി നോക്കിയിട്ട് നിങ്ങൾ നോക്കുക, ഞാൻ എഴുതിയതും ഇത് എഴുതിയതും ശരിയാണോ നോക്കുക. എന്നിട്ട് മായ്ക്കുക, ഇവിടെ തന്നെ ഇങ്ങനെ മായ്ക്കുക. എങ്ങനെ? നിങ്ങളെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ മായ്ക്കുക. ഒക്കെ ഫുൾ സങ്കല്പം, ഇമേജ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ ഒന്നും കൂടി ശരിയാക്കി എഴുതുക. അപ്പം നിങ്ങൾക്ക് ഈ വിരൽ കൊണ്ട് എഴുതിയാൽ നിങ്ങൾക്ക് എന്തായാലും എഴുത്ത് പഠിക്കും. അതൊരു ട്രിക്കാണ്. അങ്ങനെ എഴുതാൻ പെട്ടെന്ന് പഠിക്കും. ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കുക, സ്പെല്ലിംഗ് പഠിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഊമ്പുക പഠിക്കണം. ഭക്ഷണം കഴിച്ച പാത്രം വടിച്ച് വൃത്തിയാക്കി കഴുകുക. ശേഷം കയ്യും വായും കഴുകുക. ഇതൊക്കെ നന്നായി പഠിക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല മാർക്കോട് കൂടി പാസ്സാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല 3-ാം ക്ലാസ്സിലെ മക്കൾക്കൊക്കെ നല്ല മാർക്ക് നൽകും.